عفوك إني للنور مدت يداي. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫാത്തിമ, നിനക്ക് ഒരു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നബിതങ്ങൾ ചോദിക്കുക. നിങ്ങൾ നോക്കിയേ, പണ്ട് ഉപ്പാപ്പമാരും ഉമ്മാമാരൊക്കെ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നു, കുടുംബ സംഗമൊക്കെ നടത്തി ബിരിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഈ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട്. ആണും പെണ്ണും എല്ലാം കോമാളികളെ പോലെ ഇരിക്കും ഉപ്പാപ്പയും ഉമ്മായും. അവരെ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന രംഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കണ്ടതുകൊണ്ടാ പറഞ്ഞേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫാത്തിമ എന്ന് പറയുന്ന മകളോട് നബിതങ്ങൾ ചോദിച്ചു, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ, നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ. പാതിരാത്രിയാണ് നബിതങ്ങളോട് ഫാത്തിമ പറഞ്ഞതാവുപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയണേ ഫാത്തിമ, ഈ ദിക്ർ പറയണേ ഫാത്തിമ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. പടച്ചവനെ, പെങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മരിക്കുന്ന ദിവസം വരെ പറഞ്ഞിരുന്നു. ഭർത്താവ് പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം എന്റെ ഫാത്തിമ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും അങ്ങനെ തന്നെയാണ്. നബിതങ്ങളന്ന് രാത്രി ഞങ്ങളുടെ കിടപ്പറയിൽ വന്നിട്ട് ആ പറഞ്ഞതെന്ന ഒരു ദിക്റുണ്ടല്ലോ, അത് മരിക്കുന്നത് വരെ ഞാനും പറയുമായിരുന്നു എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഞാനും ഒരു നന്മ പറഞ്ഞു തരാം, നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? വാപ്പാ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴികണ്ട. പടച്ചവനെ, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ബെഡിൽ പോയിരിക്കുന്ന അവസാന സമയം ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, എന്നും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ പറയുന്ന നന്മ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കിടക്കാൻ കഴിയുമോ? അള്ളയാ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഞാനൊരു നന്മ പറഞ്ഞു തരാം, കഷ്ടപ്പാടോ പൈസയുടെ ചെലവോ ഒന്നുമില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു നന്മ, ഇന്നത്തെ ഒരു ദിവസം, നാളെ നിങ്ങളുടെ ഇഷ്ടം, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പറയുന്ന ഈ നന്മ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്നുമില്ല, ഇന്നത്തെ ഒറ്റ രാത്രി ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാരൊന്നുമില്ല, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അള്ളാഹുവേ, ഈ കൈ പൊക്കിയെ ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അള്ളാഹുവേ, ഹൗലുൽ കൗസർ ഈ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആമീൻ പറ. പൈസ വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഒരു നന്മ ഇന്ന് രാത്രി ചെയ്തിട്ട് കിടന്നുറങ്ങാവോ? ചെയ്യാനും പറഞ്ഞില്ല. ഒരു ഇൻഷാ അള്ളയുടെ സ്ഥാനത്തല്ലേ നിയ്യത്ത് കൈവക്കുന്നു. അതിനുപോലും ചെയ്യാത്ത മനുഷ്യൻ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ കൈവക്കിക്കേ.
അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കും ഇല്ലേ? എടാ പറഞ്ഞത് വാപ്പ പറഞ്ഞു അതിങ്ങെടുത്തിട്ട് പാടാ, ഞാൻ പോത്തില്ല. എടാ പോയി എടുത്തിട്ട് പാടാ, പോത്ത് ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുക്കടാ. ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നേരെയാകൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹ് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്തിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കപ്പറ. ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഒന്ന്. അപ്പൊ ചെയ്യൂലേ? ഇതിങ്ങനെ പണ്ടായിരുന്നു വഴുതു പറച്ചൽ, ഇപ്പൊ അങ്ങനല്ല. ചെയ്യണം. കേൾക്കുന്ന അറിവ് ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഓതിയിട്ട് വേണം നിങ്ങളൊക്കെ ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദണം? ഒരു ഖത്തം ഖുർആൻ മുഴുവനും ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എന്നെ നോക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ആ നോട്ടത്തിൽ അറിയാം. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇത് തന്നെ. അപ്പൊ ഉറങ്ങേണ്ട നബിയെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോഴാണ് വിധങ്ങൾ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇഖ്ലാസ്, ഫലക്, നാസ്. ഈ 3 സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അവനൊരു ഖത്തം ഓതിയ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്ത്? ഈ 3 സൂറത്ത് ഓതിയ എന്താ പ്രതിഫലം? ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അപ്പൊ ഇനി പറ, ഖത്തം ഓതുവോ? വാപ്പ മരിച്ചതിന് ഖത്തം തന്നെ ഓതണം. മരിച്ചുപോയ വാപ്പായ്ക്ക് ഖത്തം തന്നെ ഓതണം. ഇതെന്തിനാ? ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട കാര്യമാണ്. അല്ലാതെ ഉസ്താദ ഞാൻ 2 ഖത്തം ഓതിയിട്ടുണ്ട്, നാളെ എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് 12 വർഷമാവുകയാണ്. ഉപ്പാടെ കബർ അല്ലാഹു വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല. എല്ലാ വർഷവും വാപ്പാടെ ആണ്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ വഴുതു പറഞ്ഞ് നടക്കാം. അന്ന് പോലും വീട്ടിൽ പോവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡേറ്റിന്റെ കാര്യം തന്നെ മറന്നുപോയി. അള്ളാഹുവിൻ്റെ ഉപ്പാടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനപ്പോൾ ചിന്തിച്ചു, പടച്ചവനെ വീട്ടിൽ പോയാൽ 4, 5, 5, 6 പേര് ഇരുന്നിട്ട് യാസീൻ ഓതി ദുആ ചെയ്യും. അതിനേക്കാളും നല്ലതല്ലേ ആയിരക്കണക്കിന് പേരിരിക്കുന്ന മജ്‌ലിസിൽ ഉപ്പാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതല്ലേ? അള്ളാഹു ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഖത്തം ഓതിയിട്ട് കിടന്നുറങ്ങൂല്ലേ? ഇൻഷാ അല്ലാഹ് ഓക്കെ അല്ലേ? നമ്മൾ ചിരിക്കും മനുഷ്യന്മാരെ, ഒന്നിന് സന്തോഷമില്ല. ഒന്ന് എല്ലാം ചിരിച്ചേ. പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് ഒന്ന് ചിരിച്ച്. കൊലച്ചിരി ഇരിക്കരുത്, അത് വേറെ. പുഞ്ചിരിച്ചാ മതി. അള്ളാഹു ഈ ചിരി മുഖത്തേക്ക് എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ. 2, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എഴുന്നേക്കുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കിടക്കുമ്പോൾ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ടാണോ പൊരുത്തം ചോദിക്കേണ്ടത്? അല്ല, മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിക്കണം. 5 കാര്യം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന്. അതിൽപ്പെട്ട ഒന്നാണ് പൊരുത്തം. അപ്പൊ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിക്കൂലേ? കൂടെ കിടക്കുന്ന പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല. ഇനിയാ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? രാത്രി കിടക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മുടെ ഭാര്യാൻ എന്തെല്ലാം പറയുന്നുണ്ട്. ഇനി ആമിന പൊരുത്തപ്പെട്ടേക്കണേ നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? താത്താമാരെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? പിന്നെ ഇനി പൊരുത്തത്തിന്റെ കുറവും കൂടെ ഉള്ളില്ലേ അല്ലേ? എന്നാ ചോദിക്കണം. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരോടും എങ്ങനെ പൊരുത്തം ചോദിക്കാൻ പറ്റാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് പൊരുത്തം വേണോ? നിങ്ങൾക്ക് പൊരുത്തം വേണോ? കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. നിനക്ക് വേണ്ടി മാത്രമല്ല. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. വെള്ളിയാഴ്ച ജുമയുടെ 2ാമത്തെ ഖുത്ബയിൽ ഉസ്താദ് ദുആ ചെയ്യാറുണ്ടല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഈ ദുആ അറിയുന്നവരാ ദുആ ചെയ്യൂ. ഈ ദുആ ഓതാൻ അറിയുന്നവർ ഈ ദുആ ചെയ്യൂ. ഉമ്മ അറിയില്ലേ? അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. അല്ലാഹ്, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ എന്ന് ദുആ ചെയ്താ ലോകത്തുള്ള
എല്ലാവരുടെയും പ്രതിഫലം നിനക്ക്, എല്ലാവരുടെയും പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ആ ദുആഇന്റെ മഹത്വം അറിയുമോ? ആ ദുആഇന്റെ മഹത്വം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബ ആ ദുആ എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഗഫിർലിൽ പറയടോ, അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. നമ്മൾ ദുആ പഠിച്ചവരാ. ഈ ദുആഇന്റെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഏകദേശ കണക്ക് പ്രകാരം 200 കോടി ഇല്ലെങ്കിൽ 180 കോടി, 200 കോടി ഉണ്ടെന്നാ പറയുന്നത്. 200 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ 200 കോടി നന്മ നിനക്ക് ഇന്ന് രാത്രി തന്നെ ലഭിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര കോടി നന്മ? എത്ര കോടി നന്മ? 200 കോടി മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടെങ്കിൽ ആ 200 കോടി മുസ്ലിമിന്റെ തല എണ്ണമനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ദുആ ചെയ്താ? അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇല്ലേ മലയാളം? അല്ലാഹ് ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തുവിട്, എനിക്ക് മാത്രമല്ല എല്ലാവരോടും നീ കരുണ കാണിക്കുക, ദുആ ചെയ്യണം. 3 നബിതങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരോടും പൊരുത്തം ചോദിക്കണം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളെ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, അപ്പൊ എല്ലാ പ്രവാചകന്മാരോട് എങ്ങനാ ഞാൻ ശഫാഅത്ത് ചോദിക്കുക? നാളെ പരലോകത്ത് വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് എങ്ങനാ പറയുക? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് പറ, എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ പറ, നിനക്ക് ശഫാഅത്ത് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖത്തമോദി ഇങ്ങോട്ട് നോക്ക്, ഖത്തമോദി എല്ലാവരോടും പൊരുത്തം ചോദിച്ചു, പ്രവാചകന്മാരുടെ ശഫാഅത്തിന് വേണ്ടി സ്വലാത്ത് പറഞ്ഞു. 4 ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തിട്ട് ഉറങ്ങണം? ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങണം. അതിനെന്തേ വഴി? സുബ്ഹാനല്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഈ ദിക്ർ നീ പറഞ്ഞിട്ട് കിടന്നുറങ്ങ്, നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്, ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്. ഫാത്തിമ, ഒരടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നന്മ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ട് കിടന്നുറങ്ങു ഫാത്തിമ എന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, അലിയാർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്നത് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ ഞാനത് മുടക്കിയിട്ടില്ല എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ വഴി, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറയുകയാണ്, എന്നും ചെയ്തില്ലെങ്കിലും ഇന്നെങ്കിലും ചെയ്യണേ, ഇന്നൊരു രാത്രിയെങ്കിലും ചെയ്യണേ. അല്ലാഹുവേ, ഭാഗ്യമ തരണേ അല്ലാ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ നന്മ, രണ്ടാമത്തെ നന്മ കേൾക്കണേ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ, നിങ്ങൾ നല്ലതുപോലെ കേൾക്കണേ. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകണോ? അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. 2 വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? വയദഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ
ചെയ്യുന്നവരാ, അവര് പടച്ചവനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാല്, ദുരിതം വന്നാല്, പ്രതിസന്ധി വന്നാലും, പട്ടിണി വന്നാലും, എന്ത് രോഗം വന്നാലും അവര് റബ്ബിനോട് പറയുമടോ, അവര് റബ്ബിനോട് ദുആ ചെയ്യുമടോ. അവർക്കറിയാം അല്ലാഹ് എന്റെ ദുആ സ്വീകരിക്കുമെന്ന്. അവർക്ക് റബ്ബിനെ വല്ലാത്ത വിശ്വാസമാ. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. വയദഊനനാ റഗബൻ വറഹബാ. അവർ ആത്മാർത്ഥമായി അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.